ചെറുപറ പെയ്യുന്ന മഴയാണിപ്പോൾ. പക്ഷേ ചെടികളൊക്കെ ഭയങ്കര ആരോഗ്യത്തോടുകൂടിയാണ് ഈ മഴയത്ത് നിൽക്കുന്നത്. പക്ഷേ പൂക്കളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം മഴയത്തല്ലാത്തത് കൊണ്ട് എൻ്റെ പെറ്റൂണിയ ചെടികളിൽ മാത്രമേ ഇപ്പോൾ കുറച്ച് പൂക്കളുണ്ട്. അതും വളരെ കുറവാണ്. നമ്മുടെ പെറ്റൂണിയയ്ക്ക് അത്യാവശ്യം നല്ല വെയിലും വെട്ടമൊക്കെ വേണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പൂക്കളുണ്ട്, എന്നിരുന്നാലും അത്ര ഹെൽത്തി ആയിട്ടൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത്. ഈ വെയില ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം, ബാക്കി പൂക്കളൊന്നും ഇല്ല, ഇത് മാത്രം ഉള്ളതുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് പലർക്കും തോന്നാറുണ്ട്, ഈ മഴയത്ത് വിത്തിട്ടാൽ കിളുക്കുമോ, അഴുകിപ്പോത്തില്ല എന്നൊക്കെ പലർക്കും സംശയം തോന്നാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ നല്ല മഴയത്താണ് കേട്ടോ കുറച്ച് പച്ചക്കറികളുടെ വിത്തെല്ലാം എടുത്തിട്ട് ചെടിച്ചട്ടികളിൽ പാകിയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് പാകുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേജ് അതുപോലെയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറി വിത്ത് ഡയറക്റ്റ് എല്ലാം പാകി. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ മഴ പെയ്യോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ വീട്ടിലൊരു സാധനം നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താമരച്ചെടി. അതിനകത്ത് എപ്പം മൊട്ട് വരുന്നോ പൂക്കൾ വിരിയാറാവുന്നോ അപ്പോഴത്തേക്കും മഴ ഉറപ്പായിട്ടും കാണും. ഇപ്പോൾ അതിനകത്ത് നിറച്ചും മൊട്ടുകളാണ് കേട്ടോ. 3-4 മൊട്ടുകൾ പുതുതായിട്ടും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി കുറച്ച് നാളത്തേക്ക് തുടർച്ചയ്ക്ക് മഴ കാണും എന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകെല്ലാം അതിനകത്ത് ഒരുപാട് പച്ചമുളകും പച്ചക്കറികളും എല്ലാം നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ തോരാതുള്ള മഴയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ചും പൂക്കൾ വരുന്നുണ്ടെങ്കിലും ആ പൂക്കളൊന്നും സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ട് മുളകുകളൊക്കെ കുറവാണ് കേട്ടോ, കൊഴിഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ പയറാണെങ്കിലും നിറച്ചും കായ്കളൊക്കെ തന്നുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അതുമൊക്കെ വളരെ കുറവായി, വരുന്ന പൂക്കളൊക്കെ ചെറുതായിട്ട് അഴുകിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ വെണ്ട ചെടികൾ നമ്മൾ നട്ട് വളർത്തുമ്പോൾ ഒരുവിധം ഹൈറ്റിലായി കഴിഞ്ഞ് പിന്നെ അത് ഈൽഡ് കുറയുമ്പോൾ നമ്മൾ താഴെ നിന്നൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബ്രാഞ്ചസ് ആയിട്ട് വന്ന് നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം 2-3 ബ്രാഞ്ചൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് 2-3 വെണ്ടയ്ക്ക് ഒരു ചെടികളിൽ നിന്ന് നമുക്ക് വെട്ടാൻ പറ്റും കേട്ടോ. ഞാനത് ചെയ്തപ്പോൾ എനിക്ക് വളരെ സക്സസ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ മഴയത്ത് ഇതുപോലെ വിത്തൊക്കെ ഇട്ട് മുളയ്ക്കുമോ എന്ന് സംശയം തോന്നുന്നവർ ധൈര്യമായിട്ട് ഇട്ടോളൂ. വിത്തൊക്കെ ഇട്ട് നല്ലപോലെ മുളയ്ക്കും. വെയിലധികം അടിക്കുന്നില്ലല്ലോ, തണുപ്പ് നിൽക്കുകയല്ലേ, അപ്പം നല്ലപോലെ മുളച്ച് വന്നോളും.